ചെറിയൊരു ഗുഹ ഉണ്ടായിരുന്നു. വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത ഗുഹയാണെന്നാണ് പറഞ്ഞത്. അവിടെയാണ് വൈശാലി സിനിമ. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ കറക്റ്റ് ഒരു ഗസ്റ്റ് ഹൗസാണ്. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് വരുന്നതാണ് ഈ പാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു വെറൈറ്റി ഒരു ജമന്തി ഉണ്ട്. ഈ വെറൈറ്റി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് കാണാൻ വേണ്ടില്ലേ, ഇതൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ എന്ത് വെറൈറ്റിയാണെന്ന് അറിയത്തില്ല. ഈ സാധനം കൊള്ളാം കണ്ടിട്ട്. അപ്പം ഇവിടെ കുറച്ച് വെറൈറ്റിയായ ജമന്തികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ 3 ഡാം കാണാമെന്ന് പറയും. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോവാം. അപ്പോൾ എങ്ങനെ അവിടുത്തെ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു 50 മീറ്ററാണ് മുകളിലോട്ട് പോകേണ്ടത്. അല്പം കുത്തുകയറ്റി കയറണം. അപ്പോൾ ഡാമിലോട്ട് കയറ്റി വിടാത്ത എന്തോ ചെറിയ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ കയറ്റിവിടുന്നതെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ സൈഡിൽ ഇഷ്ടംപോലെ ചെടികളും പുഷ്പങ്ങളും നിൽക്കുകയാണ്. നമ്മൾ കാണാത്ത പലതരം പുഷ്പങ്ങളിവിടെ നിൽക്കുകയാണ്. കണ്ടില്ലേ, അപ്പം ഓരോ പ്രാവശ്യം മുകളിലോട്ട് കയറുമ്പോഴും നല്ല കടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ പോയിട്ട് അവിടെ ഒരു 25 രൂപ എൻട്രി പാസ്സുണ്ട്. ആ പാസ് എടുത്ത് അകത്തോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണ് നിങ്ങളെ കാണിക്കാം. ആദ്യമായി ഇടുക്കി വന്നുകൊണ്ടൊരു ചെറിയൊരു ആകാംക്ഷയുണ്ട്. കാര്യം ആൾക്കാർ ട്രിപ്പിൻ്റെ ഭാഗമായി ഇടുക്കിയിലെത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വണ്ടിയൊന്നും മുകളിൽ കയറ്റാൻ പറ്റത്തില്ല. മെയിനായിട്ട് വണ്ടി എൻട്രൻസ് അല്ലെന്ന് അവരെഴുതി വെച്ചിട്ടുണ്ട്. വർക്കിംഗ് ടൈം 8 AM മുതൽ 7 PM വരെയാണ് വർക്കിംഗ് ടൈം. അപ്പോൾ പാസ് കൊടുത്ത് നമുക്ക് മുകളിലോട്ട് പോകാം. ഇവിടെ പാസ്സുണ്ട്. പാസ് ഇവിടെ ചിൽഡ്രന് 15ഉം അഡൽറ്റിന് 25ഉമാണ്. അപ്പം അപ്പോൾ കണ്ടില്ലേ, 25 രൂപയ്ക്ക് കാണാൻ എന്തുണ്ടെന്ന് അറിയത്തില്ല. മുകളിൽ പോകുമ്പോൾ 25 രൂപയ്ക്ക് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന്. മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ആകാംക്ഷയുണ്ട്. എന്താകും എങ്ങനെയാവുന്നൊരു പിടിയുമില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ടോട്ടൽ ഇടുക്കി കാണാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇടുക്കി കാണേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് നടന്ന് ഇപ്പോൾ കറക്റ്റ് ഡാമിൻ്റെ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാമിലോട്ടുള്ള വ്യൂവിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് കണ്ടപ്പോൾ തന്നെ സൂപ്പർ നല്ല വ്യൂ ഉണ്ട്. ഡാമിൻ്റെ വ്യൂ. കണ്ടില്ലേ, ഇവിടെ പല ആൾക്കാരും വരുന്നുണ്ട് പോകുന്നുണ്ട്. എത്തിയിട്ടില്ല ഇത്ര നേരമായിട്ട് ആരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കണ്ടില്ലേ, ഒരു കിടിലം വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാം. പക്ഷേ നമുക്ക് ഈ ഇവിടെ നിന്ന് ഈ ഡാമിൻ്റെ വ്യൂ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ. കണ്ടില്ലേ, നമ്മൾ സാധാരണ അവിടെ അതുവഴി കയറി നടന്ന് ആ ഗുഹ വഴിയാണ് പോകുന്നത്. പക്ഷേ ഇപ്പം കയറ്റി വിടുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കയറ്റി വിടാത്തത്. അതൊരു വലിയൊരു പോരായ്മയെ തോന്നിപ്പോയി. ഇടുക്കി ഡാം അത്യാവശ്യം ഇപ്പം നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് നേരിട്ട് കാണാം. ഇടുക്കി ഡാം എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ വ്യൂ കാണാൻ മനസ്സിലാവുമല്ലോ. കണ്ടില്ലേ നമുക്ക് ഇത് വനത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇതൊരു ചെറിയൊരു ഇതാണ്, വനത്താൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒത്ത നിരക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയൊരു മലയൊക്കെ ഉണ്ട്. അപ്പം ടോട്ടൽ ഇടുക്കി ഡാമിൻ്റെ 1% മാത്രമേ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അങ്ങോട്ട് പോയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. പാർക്കിൽ ഇപ്പോൾ അധികം തിരക്കില്ല. കാര്യം ഞങ്ങളൊന്ന് സമയം 12 മണി ആയതുകൊണ്ട് അധികം തിരക്കുകളൊന്നുമില്ല. തിരക്ക് വന്ന് തുടങ്ങണതേ ഉള്ളൂ. ഇവിടെ ഏകദേശം പൂർണ്ണമായി ആകുമ്പോൾ ഒരു 5 മണി 4 മണി സമയം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വാച്ച് ടവറുണ്ട്. വാച്ച് ടവർ കയറി കഴിഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്ക് ഇടുക്കി മൊത്തം കാണാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ ആ വാച്ച് ടവറിലോട്ട് പോവുകയാണ്. ഇപ്പോൾ അതിനു മുമ്പ് ഇവിടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളും പാർക്കും എല്ലാം ഉണ്ട്. പക്ഷേ അത് പോകാൻ വേണ്ടി ഈ സൈക്ലിങ്ങും ഡേഞ്ചറസായ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് അങ്ങോട്ട് പോയി കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. നല്ല അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ കാണുന്ന ഇടുക്കി ഡാം എങ്ങനെയാണെന്ന് കാണാൻ പറ്റില്ല. ഇടുക്കി ഡാം അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് പ്രത്യേക ആംഗിളാണ്. അപ്പോൾ വ്യൂ പോയിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. വ്യൂ പോയിന്റ് തൊട്ട് മുകളിലാണ്. ഇത് ആ കാണുന്നത് വാച്ച് ടവർ. ആ വാച്ച് ടവർ പോയാൽ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. ആ ഡാമിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയൊരു ഗുഹ ഉണ്ടായിരുന്നു. വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത ഗുഹയാണെന്നാണ് പറഞ്ഞത്. അവിടെയാണ് വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത ഗുഹ. അപ്പോൾ ഗുഹ എങ്ങനെയാണെന്ന് അടുത്തറിയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ ആളെ കയറ്റി വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അതുവരെ വണ്ടി പോകുമായിരുന്നു. അപ്പോൾ ഞാനൊരു
ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ, ഇതാണ് മൂന്നാർ. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങി ഇടുക്കിയിലെത്തിയത്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെ തൃശ്ശൂരാണ് പോകുന്നത്. തൃശ്ശൂർ എത്തിയിട്ട് എങ്ങനെയാണ് കാഴ്ചകളെന്ന് കാണാൻ അറിഞ്ഞ് നമുക്ക് അവിടെ പോയാൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടല്ലോ മൂന്നാറിൻ്റെ ഒരു ലൊക്കേഷൻ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 52 കിലോമീറ്ററാണ് മൂന്നാർ വരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ഏകദേശം 153-163 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് നമുക്ക് നാളെ കാണാം. ഇന്നെന്തായാലും ഇടുക്കിയിലെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു വാച്ച് ടവറിലോട്ട് നമ്മൾ പോകുന്നത്. വാച്ച് ടവറിൽ പോകുമ്പോൾ അവിടുത്തെ സീനറി എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ താഴെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് എങ്ങനെയാണെന്ന് കയറിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വാച്ച് ടവറിൽ പോകുന്ന അവിടുത്തെ വിഷ്വൽ ഒരു കയറുന്ന പടിയാണ് ഈ കാണുന്നത്. ഏകദേശം 10-100 പടിയുണ്ടെന്ന് തോന്നുന്നു മുകളിലോട്ട് കയറാൻ വേണ്ടി. ഞാനത് കാണിക്കുന്നില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ 2 ഡാം കിഡിലായിട്ട് കാണാം. 2 ഡാം ഏതൊക്കെയാണെന്ന് നമുക്ക് ടോപ്പിൽ കയറി അതിൻ്റെ വിഷ്വൽ കാണാം. ടോപ്പിലോട്ട് പോകാൻ പോവുകയാണ് നിങ്ങൾ. അപ്പം നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ താഴെ നിന്നൊരു ചെറിയ വിഷ്വലാണ് കാണുന്നത്. കണ്ടില്ലായിരുന്നോ? നല്ല കിഡിലും വിഷ്വലാണ്. അപ്പോൾ ഈ ഡാമിനെ നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് വ്യൂ പോയിൻറ്റ് കയറി വ്യൂ പോയിൻറ്റിലുള്ള ചുറ്റുമുള്ള ഡിഷൊന്ന് കാണാൻ വേണ്ടി വ്യൂ പോയിൻറ്റിലോട്ട് പോകാം നമുക്ക്. ഈ കാണുന്ന വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻറ്റിൽ ചെറിയ സ്റ്റെപ്പും കയറലുണ്ട്. സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ വ്യൂ പോയിൻ്റുള്ള വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ? കിഡിലും വിഷ്വൽ എന്ന് വെച്ചാൽ കിഡിലും വിഷ്വൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ടോട്ടൽ ഇടുക്കിയെ നമുക്ക് ഇടുക്കിയിലെ ഡാമുകൾ മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ? 2 ഡാം ഇതാണ് ഇടുക്കി. അപ്പം നമുക്ക് ആ ഡാമിൽ ഈ ഡാമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ആകപ്പാടെ ഒരു എന്ത് പറയാനാണ്. കണ്ടില്ലേ? ഒരു രക്ഷയില്ല. അത്രയ്ക്ക് സീനറിയാണ് കേട്ടോ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു വിഷ്വൽ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ടോട്ടൽ ഇടുക്കിയുടെ ആ ഒരു വിഷ്വൽ ഭംഗി എല്ലാം